ജി സുധാകരൻ പാർട്ടിയുമായി ഇടഞ്ഞിപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വാർത്താ സമ്മേളനം നടത്തിയാണ് പ്രഖ്യാപിച്ചോ? ആ ഉണ്ടോ? ആ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമോ? അദ്ദേഹത്തിന് അച്ഛനെ വിളിപ്പിച്ചു ചില ആളുകൾ, പാർട്ടിയുടെ കേഡർമാരായിട്ടുള്ള ആളുകൾ, നേതാവായിട്ടുള്ള അച്ഛനെ വിളിക്കുന്ന സാഹചര്യം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയൊന്നും നമ്മുടെ പാർട്ടിയുടെ ആളുകളിലൊന്നും അയാളുടെ പിതാവിനെ വിളിച്ച് അസഭ്യമൊന്നും പറയല്ല. അതൊന്നും ഞങ്ങളുടെ സംസ്കാരമല്ല, ഞങ്ങൾ ചെയ്യത്തുമില്ല. പിന്നെ ജെ സുധാകരൻ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പാർട്ടിയുമായി ഇത്രയും പതിറ്റാണ്ട് ബന്ധമുള്ള അതിപ്പോൾ പതിറ്റാണ്ട് ബന്ധമുള്ള എത്രയോ പേര് വലിയ ബന്ധമുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയില്ലേ? ചിലരെ ഞങ്ങൾ പുറത്താക്കേണ്ടി വന്നിട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്കെന്നാ, ഞങ്ങൾ പ്രസ്ഥാനം മുന്നോട്ട് പോകും. എം മണി ഇതിൽ നിൽക്കുമ്പം വലിയ പുള്ളിയാണ്. ഇതിൽ നിന്ന് വിട്ടുപോയാൽ പോകാം, ഷൂവാണ്. അതിപ്പോൾ എനിക്കറിയത്തില്ല. അവിടുത്തെ കാര്യങ്ങൾ, ആലപ്പുഴയിലെ കാര്യം അവരാ പറയേണ്ടത്. ആലപ്പുഴ എന്നാലും അയാൾ പ്രസ്ഥാനം വിട്ടൊന്നും പോകുന്നതൊന്നും ശരിയല്ല. അല്ലാതെ മത്സരിക്കുന്നതൊക്കെ തെറ്റാണ്. അയാൾ മന്ത്രിയായിരുന്ന ആളാണ്, ദീർഘനാൾ പാർട്ടിയുടെ സെക്രട്ടറി എന്ന് വേണ്ട. വൈകാരികമായ അത് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതെന്തിനാ അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം, അതിനെയൊക്കെ പാർട്ടി നേരിട്ട് പോവുകയുള്ളൂ. പാർട്ടി അതൊന്നും ഇല്ലെന്നേ. ഇതിനു മുമ്പ് എത്ര പേരെ പുറത്താക്കി, എന്നിട്ട് ഈ പാർട്ടിക്ക് എന്ത് പറ്റി? അവിടെയൊക്കെ പേരിപ്പോൾ പറയുന്നത് മര്യാദകേടായോണ്ടാണ് ഞാൻ പറയാത്ത പുറത്താക്കിയത്. പിന്നെ അല്ലാണ്ട് ഇപ്പോൾ ഇതിനകത്ത് പിടിച്ചു നിർത്തി കെട്ടിയിട്ടില്ലാതെ എം മണിക്ക് ഇതിനകത്ത് തുടരാം, വേണ്ട പോകാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ എം മണിക്കുണ്ട്. പറഞ്ഞു മനസ്സിലായി. ഇതിനകത്ത് കെട്ടിയൊന്നും വെക്കല്ല, പാർട്ടിക്കകത്ത് അയാൾ MLA, MP, മന്ത്രിയും എല്ലാം ആയതല്ലേ. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രസ്ഥാനം മുന്നോട്ട് പോകും. പോകുന്ന പോക്കാ. എല്ലാം ഒന്നും നൽകിയത് കാറൽ മാർക്സും എംഗൽസുമാണ്. എല്ലാം നൽകിയത് കാറൽ മാർക്സ്, എംഗൽസ്. പിന്നെ എങ്ങനെ നോക്കിയാൽ EMS ഒരുപാട്, ഇന്ത്യയിലെ P. സുന്ദരയ്യ, അവിടെയൊക്കെ വലിയ സംഭാവന ചെയ്ത് ഈ പ്രസ്ഥാനമാക്കിയവരാണ്. അതിനകത്ത് ഈ സുധാകരനും M മണിയും ഇന്നുള്ള പാർട്ടിയുടെ ഞങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ അതിനൊക്കെ താഴെ പിന്നീട് വന്നവരാണ്. അവരെ ഓരോരുത്തരും അവരുടേതായ സംഭാവന ചെയ്തിട്ടുണ്ടാവും. M മണി എനിക്ക് പറ്റുന്ന സംഭാവന ഞാൻ ചെയ്തിട്ടുണ്ട്. കേൾക്കുന്നേ, അതൊന്നും ഒരു കുഴപ്പമില്ല. അവിടെ എന്താ പറയുക, അതൊക്കെ പാർട്ടി നേരിടും, അത്ര തന്നെ. M മണിയെ MLA ആക്കി 10 വർഷം മന്ത്രിയാക്കി ഇടുക്കി ജില്ലയിൽ നിന്ന്. ആദ്യം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഞാനാ മന്ത്രിയാക്കി. എന്നും ഇപ്പൊ എന്നെ മന്ത്രിയാക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓ ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹം പറയപ്പെടുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന അതിർത്തിയാണ്, എനിക്കൊരു അതിർത്തിയില്ല. അതിപ്പോ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് പാർട്ടിക്കാർക്ക് ചെയ്യാൻ പറ്റുമോ? ആളുകൾ ഇങ്ങനെ എന്തെല്ലാം ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പാർട്ടിയുടെ തീരുമാനം പാർട്ടിയാണ് തീരുമാനിക്കുക. അത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് തന്നെ പോകാൻ പറ്റുമോ?